വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവുമില്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതൊരാളുടെ ഷുവർട്ടിയോ ജാമ്യമോ ഇല്ലാതെ 20 ലക്ഷം രൂപ വരെ നൽകുന്നതായിരിക്കും പദ്ധതി. അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കും. കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുമെന്നതിനാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഏറെ ഗുണകരമാണ്. നഗരഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാക്കുമെന്ന് ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. വായ്പാ തുകയുടെ 70% വരെ ലോ ഇൻകം ഹൗസിംഗിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും. പദ്ധതിക്കു കീഴിൽ യോഗ്യമായ വരുമാനം, തുല്യമായ പ്രതിമാസ ഗഡു, അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ, ഭവന, നഗരകാര്യ മന്ത്രാലയങ്ങൾ, നാഷണൽ ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തിവരുന്നെന്നാണ് വിവരം. ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതിയും നടപ്പിലാകും. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എന്നൊരു പദ്ധതിയും കേന്ദ്രത്തിൻ്റെതായി ഇപ്പോൾ നിലവിലുണ്ട്. PMAYU പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും. വീട് വാങ്ങുന്നതിനോടൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വിലയിരുത്തിയിട്ടുണ്ട്. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി. 5 വർഷത്തേക്ക് 10 ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 2.30 ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും. ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വലിയ പലിശയാണ്. ഇത്തരം വായ്പകൾ വലിയ ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സമ്മർദ്ദരഹിതമായ അന്തരീക്ഷത്തിലൂടെ യുവാക്കളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്.